ഹായ്, നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ NPD അഥവാ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ട്രീറ്റിനെ കുറിച്ചാണ്. എന്താണ് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായ ഭാഷയിൽ പറഞ്ഞാൽ നുണകൾ പറഞ്ഞുകൊണ്ട് അത് സത്യമാണെന്ന് ആളുകളെ വിശ്വസിപ്പിക്കുകയും അങ്ങനെ അതുവഴി യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പീഡനം അനുഭവിച്ച് നരകിച്ച് പോകുന്ന ആളെ വീണ്ടും മറ്റുള്ളവരെ ഇയാൾക്കെതിരെ അല്ലെങ്കിൽ ഇവർക്കെതിരെ തെറ്റായ ധാരണകൾ കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും മാനസികമായിട്ട് തകർക്കുന്ന ഇവരുടെ ഒരു ബിഹേവിയർ പാറ്റേണിനെയാണ് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പങ്കാളികൾക്കിടയിലാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ഈ ഒരു NPD ഉള്ള ആളുകൾ ഒരു വർഷത്തിൽ 365 ദിവസമുള്ള ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു എക്സ്പെൻസ് ഇത് ചിലപ്പോൾ പേ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവർ ആളുകളോട് പറഞ്ഞ് ഫലിപ്പിക്കുക ഇവരാണ് എല്ലാ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇവർ ഫിനാൻഷ്യലി എക്സോസ്റ്റഡ് ആണ്, ഇവരാകെ ഡ്രെയിൻഡ് ആണെന്നൊക്കെ ഇവർ വളരെ ഇമോഷണലിയും സ്കിൽഫുള്ളിയും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആളുകളുടെ സിമ്പതിയും എമ്പതിയൊക്കെ നേടിയെടുക്കും. ഇതൊക്കെ നേടിയെടുത്തിട്ട് യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ച് നരകിച്ച് ജീവിക്കുന്ന ആളെ കൂടുതൽ മാനസികമായി, കാരണം വെച്ചാൽ ബാക്കിയുള്ള ആളുകളും ഈ ഒരു ആളെ നോക്കിക്കാണുന്നത് വളരെ മോശമായിട്ടായിരിക്കും. കാരണം ഇവരുടെ വാക്കുകൾ വിശ്വസിച്ചാണ് ആ ഒരു പീഡനം അനുഭവിക്കുന്ന ആളെ ചുറ്റുമുള്ള ലോകവും മോശമായിട്ട് കാണുന്നത്. പക്ഷേ ഈ ഒരു വർഷത്തിൽ ബാക്കി 364 ദിവസവും ഈ പീഡനം അനുഭവിക്കുന്ന ആളായിരിക്കും ബാക്കിയുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് മറച്ചു വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ദിവസത്തെ കാര്യം ഇവർ പുറം ലോകത്ത് അറിയിക്കുന്നത്. അപ്പോൾ ഇതേപോലെ പല കാര്യങ്ങളും, അതായത് ഈ NPD ഉള്ള ആളുകൾ അവരാണ് പല മേഖലകളിലും സഫർ ചെയ്യുന്നതെന്ന് വളരെ ഇമോഷണലിയും സ്കിൽഫുള്ളിയും പറഞ്ഞുകൊണ്ട് ചുറ്റുമുള്ള ആളുകളെ വിശ്വസിപ്പിച്ച് അവരുടെ സിമ്പതിയും എമ്പതിയും നേടിയെടുക്കുന്ന ഒരു പ്രവൃത്തിനെയാണ് NPDയിൽ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ ഡോക്ടറുടെയോ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ പരിശോധിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തെ വെച്ചുകൊണ്ടല്ല, ബാക്കി 364 ദിവസത്തെ കാര്യങ്ങളും കൃത്യമായിട്ടും സൂക്ഷ്മമായിട്ടും ഇവർ പരിശോധിക്കുന്നതുകൊണ്ട് തന്നെ NPD ഉള്ള ആളുകൾക്ക് ഒരു ഡോക്ടറുടെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ അടുത്ത് പോകാനായിട്ട് വളരെ വിമുഖതയായിരിക്കും. അവരൊട്ടും തന്നെ അതിന് താല്പര്യപ്പെടില്ല. യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ മാത്രമാണ് അവർ ഒരു ഡോക്ടറുടെയോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാനായിട്ട് അവർ തയ്യാറാവുന്നത്. അവിടെയും ഇവർ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെങ്കിലും സ്കിൽഫുള്ളായിട്ടുള്ള ഒരു ഡോക്ടറോ സൈക്കോളജിസ്റ്റോ വളരെ കൃത്യതയോടെ തന്നെ ഇവരുടെ ഈ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ കണ്ടെത്തുകയും അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി NPD ഉള്ള ആളുകൾ ഈ ഒരു മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിലേക്ക് വരാനായിട്ട് തയ്യാറാവുന്നത് വളരെ വളരെ വിരളമാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.